ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വൈറ്റനിങ് ഫേസ് പാക്ക് ആയിട്ടാണ്. മുഖം നല്ല ഗ്ലോയിങ് ആവാനും വൈറ്റനിങ് ആവാനും പിന്നെ പിമ്പിൾസിൻ്റെ മാർക്ക് പോവാനും എല്ലാം കൂടി ഒരു നല്ലൊരു ഫേസ് പാക്കാണിത്. ഇത് 3 സ്റ്റെപ്പിൽ കൂടിയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലൻസിങ്, ദെൻ ഫേസ് സ്ക്രബ്, ദെൻ ഫേസ് പാക്ക്. ഈ മുന്നിൽ കൂടെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് കാണാൻ പറ്റും. എന്തായാലും വീഡിയോയിൽ കൂടി തന്നെ കാണാൻ, ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് വീഡിയോയിൽ കൂടി തെളിവ് സഹിതം കാണുന്നതാണ്. സോ ഇനി വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്ലൻസിങ് ആണ്. അതിനായിട്ട് ഒരു ടീസ്പൂൺ പാലെടുക്കുക. നമ്മൾ മുഖത്തിന് ആവശ്യമുള്ള അത്രയും പാലെടുക്കുക. എന്നിട്ട് ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് അതിൽ മുക്കിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ, അല്ല കോട്ടൺ പാഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് ഒരു വെള്ളം കൊണ്ട് കഴുകണമെന്നൊന്നുമില്ല. അതൊന്ന് ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ഫേസ് സ്ക്രബാണ്. അതിനായിട്ട് ഒരു ടീസ്പൂണ് കോഫി പൗഡറും 1 ടീസ്പൂണ് പഞ്ചസാര പൊടിച്ചത്. പഞ്ചസാര അങ്ങനെ ചേർത്തിട്ടില്ല, നല്ലോണം തരി ഉണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ മുഖത്തിന് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുഖത്തൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മൈൽഡായ രീതിയിൽ ഒന്ന് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്തൊന്ന് മീൻസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല സ്പീഡിൽ ചെയ്യാമെന്ന് വിചാരിക്കണം. ഞാൻ സ്പീഡ് കൂട്ടി വെച്ചതാണ് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട്. ചെറിയ രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു സർക്കുലർ മോഷനിൽ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് വരാതിരിക്കാനും ഡെഡ് സ്കിൻ റിമൂവ് ആവാനൊക്കെ നല്ലതാണ്. പിന്നെ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, കൂടുതൽ ചെയ്യരുത്. നമ്മൾ കൂടുതലായി ചെയ്യുമ്പോൾ അതിനേക്കാളേറെ ദോഷം ഉണ്ടാവും. അതുകൊണ്ട് വീക്കിലി 2 ദിവസം മാത്രം ചെയ്യുക. ഈ സ്ക്രബ് ചെയ്തത് ഒരു 20 മിനിറ്റ് വെക്കുക. ഒന്ന് ഉണങ്ങിയതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് വെള്ളം നനച്ചിട്ട് കഴുകുക. സ്ക്രബ് ചെയ്തുകൊണ്ട് തന്നെ കഴുകുക, അല്ലാണ്ട് നേരിട്ട് കൊണ്ട് കഴുകരുത്. ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ട് കഴുകുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ വീഡിയോയിൽ തന്നെ കാണുന്നില്ലേ, തെളിവ് സഹിതം തന്നെ കാണുന്നുണ്ടല്ലോ, നല്ലൊരു ഡിഫറൻസ് കാണും. നല്ലൊരു ബ്രൈറ്റനിങ് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും സ്കിന്നിന് അത്രയും നല്ലതാണ്. കോഫി ഫേസ് സ്ക്രബ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ സ്കിന്ന് അത്രയും ബ്രൈറ്റൻ ആവാനും ഒരു ഗ്ലോയിങ് കിട്ടാനും സ്മൂത്തനിങ്ങിനും സോഫ്റ്റനിങ്ങിനൊക്കെ നല്ലതാണ്. നല്ലൊരു ബ്രൈറ്റനിങ് തന്നെ ശരിക്കും ഫീൽ ചെയ്യുന്നതാണ്. കോഫി അത്രയും എഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിനെ. പിന്നെ ആൻറ്റി ഏജിങ് ഒക്കെ തടയാൻ ഈ ഫേസ് സ്ക്രബ് നല്ലതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഫേസ് പാക്കാണ്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് റൈസ് പൗഡറും 1 ടീസ്പൂണ് ഹണിയുമാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ 1 ടീസ്പൂണ് പാലും കൂടി അതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷമാണ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി അതിൽ ചേർക്കാനുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാം. ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു എഫക്റ്റ് ചെയ്യുന്നൊരു ഫേസ് പാക്കാണ്. പിന്നെ ഇത് ഫേസ് പാക്ക് എന്ന് പറഞ്ഞേക്കാൻ നല്ല ഫേസ് ക്രീം എന്ന് പറയുന്നത് ഒരു വൈറ്റനിങ് ക്രീമും കൂടിയാണ്. അങ്ങനെ തന്നെ പറയാം, നല്ലൊരു വൈറ്റനിങ് ക്രീം തന്നെയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത് 1 ടീസ്പൂണ് ഓട്സ് പൗഡറാണ്. ഓട്സ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അത് കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇതിൽ ഓട്സ് ഇല്ലെങ്കിൽ ഇതിൽ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഈ 3 തന്നെ മതി. റൈസ് പൗഡറും മിൽക്കോ ഹണി മാത്രം മതി. ഇതിന് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു ഫേസ് ക്രീമാണ്. ഇത് മാത്രം മതി. ഇനി അഥവാ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് ടൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി പാൽ ചേർത്തിട്ട് ഒരു ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചർ വരുന്ന വരെ ഒന്ന് എത്രയാണോ പാല് വേണ്ട അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു സർക്കുലർ മോഷനിൽ തന്നെ അപ്ലൈ ചെയ്യുക. ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് മസാജ് ചെയ്യേണ്ട. ഓവറായി മസാജ് ചെയ്ത് നമ്മുടെ മുഖത്തിന് അത്ര നല്ലതല്ല. സെൻസിറ്റീവ് അല്ല നമ്മുടെ സ്കിന്ന്, അത്രയും സോഫ്റ്റ് ആയൊരു സ്കിന്നല്ല. അപ്പോൾ നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. സർക്കുലർ മോഷനിൽ തന്നെ മസാജ് ചെയ്യണം. എന്നിട്ട് ഒരു 20 മിനിറ്റൊക്കെ നമ്മൾ മുഖത്ത് വെച്ചിരിക്കുക. ഇത് വീക്കിലി 2 മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കൂടുതലായിട്ട് നമ്മൾ മുഖത്ത് ഫേസ് പാക്കൊന്നും ഇടരുത്. എന്നും ഫേസ് പാക്ക് ഇട്ടാൽ അതിനനുസരിച്ച് ഗുണത്തിനേക്കാളേറെ ദോഷം ഉണ്ടാവും. അതുകൊണ്ട് വീക്കിലി 2 ദിവസം മാത്രമേ ഫേസ് പാക്ക് എന്തായിക്കോട്ടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതൊന്ന് ഒരു 20 മിനിറ്റിന് ശേഷം ചെറിയ രീതിയിലൊന്ന് വെള്ളം നനച്ചിട്ടുണ്ട് ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും.
ഈ ഒരു വൈറ്റനിങ് ക്രീമിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു ഗ്ലോയിങ് കിട്ടാനും പിന്നെ അതുപോലെ ഒരു വൈറ്റനിങ്ങിന് ഒരു ബ്രൈറ്റനിങ്ങിനൊക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണിത്. ഇട്ട് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റനിങ് ഒരു സ്മൂത്തനിങ് ഒക്കെ തോന്നും, നല്ലൊരു സോഫ്റ്റ്നെസ് തന്നെ തോന്നും. ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നല്ലൊരു എഫക്റ്റ് ചെയ്യുന്ന ഒരു ബ്രൈറ്റനിങ് ഫേസ് പാക്ക് കൂടിയാണിത്. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം.